അങ്ങനെ ക്യുജോങ് ആണെങ്കിൽ തിരിച്ചു പോകുന്ന വഴിയിൽ കാണുന്നത് സേ ഇരുന്ന് കുടിക്കുന്നതായിരിക്കും കേട്ടോ. നിനക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ചോദിക്കുന്ന ഇവളോട് സേ ആണെങ്കിൽ ചേച്ചി കുറച്ച് പൈസ കടം തരും, ദേ ആ ബിയറൊക്കെ വാങ്ങാനാന്ന് പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിലോ എൻ്റെ ഈ ബ്രേസ്ലെറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ക്യുജോങ്ങിനോട് ഇത് ചേച്ചി പണ്ട് എനിക്ക് തന്നിട്ടുള്ളതാ, ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്ന് എന്നോട് അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുകയാണോ? അത് ചെറുപ്പത്തിൽ എങ്ങാനോണ്ട് പറഞ്ഞതല്ലേ, നമ്മൾ എഫേർട്ട് എടുക്കാതെ ഒരു കാര്യം നടക്കത്തില്ല എന്ന് പറയുന്ന ക്യുജോങ് തന്നെ പിന്നീട് പറയുന്നുണ്ട് എഫേർട്ട് എടുത്തിട്ടും കാര്യമൊന്നുമില്ല, നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ല ഇത് കുടിച്ച സമാധാനം കിട്ടുമെന്ന് ചോദിക്കുന്ന ക്യുജോങ്ങും സേയും കൂടി പിന്നീട് ഒരുമിച്ചിരുന്ന് അടിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ 6 വർഷം ഞാൻ ചെയ്തൊരു റിസർച്ചാണ്, ഇതിപ്പോ അവസാനം എത്തിപ്പോ ഈ ഗ്ലാസ് പോലെ എംപ്റ്റി ആയി പോയി എന്ന് പറയുന്നതും എന്റെ അവസ്ഥ കണ്ടില്ലേ, കൊളീഗ്സ് എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാറില്ല, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആ മനുഷ്യനെന്ന് പറയുമ്പോഴേക്കും ഇവളത് തിരുത്തിയിട്ട് എന്റെ സുപ്പീരിയേഴ്സ് അവരെന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന സേ ആണെങ്കിലും ശരിക്കും എനിക്ക് ചേച്ചിയോട് കുശുമ്പ തോന്നുന്നത്, കാരണം ചേച്ചിക്ക് എത്ര പേരായിട്ട കമ്പനി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജോങ് ആണെങ്കിൽ എന്നാലേ എനിക്ക് നിന്നെ കാണുമ്പോൾ കുശുമ്പ് തോന്നുന്നത്, കാരണം എല്ലാവർക്കും നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവളങ്ങ് വീഴുന്നുണ്ട്. പിന്നീട് ക്യുജോങ് ആണെങ്കിൽ നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവള് കാണുന്നത് ഒരാളുമായിട്ട് സേ തല്ലുകൂടുന്നതായിരിക്കും, പക്ഷെ അയാൾ ഇറ്റലിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് ക്യുജോങ്ങിന് മനസ്സിലാകുന്നില്ല, ഈ ഹോട്ടലിലത്തെ വെയിറ്റർ ആണെന്നൊക്കെ വിചാരിച്ച് ഇവളാണെങ്കിൽ തല്ലുകൂടുന്നുണ്ട് ഇയാളായിട്ട്. അപ്പൊ സേ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, നിങ്ങൾ വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറയുന്നതും ഇതൊന്നും അറിയാത്ത ക്യുജോങ് ആണെങ്കിൽ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇടയിൽ കയറുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ മാറ്റാൻ എന്തോ വേണ്ടി ഇവളെ ടച്ച് ചെയ്യുന്ന ടൈമിൽ സേ ആണെങ്കിൽ ഇയാൾ മലർത്തി അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സെൽഫ് ഡിഫൻസ് താൻ തന്നെ എനിക്ക് പഠിപ്പിച്ച് തന്നേന്ന് സേ ചോദിക്കുന്നതും ആളെ തൊട്ടുപോകരുതെന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇയാളാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെ നോക്കി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ സേ ആണെങ്കിലും നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇവരുടെ ഓഫീസിലേക്കായിരിക്കും. പക്ഷെ അവിടുത്തെ സ്റ്റാഫിനാണെങ്കിൽ ഇവളെ അറിയാലോ, അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറ്റി വിടത്തില്ല എന്ന് ഇവള് സേയോട് പറയുന്നതും ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോകുന്നത് കാർ പാർക്കിംഗ് ഏരിയയിലേക്കായിരിക്കും. അവിടെ ഇവന്റെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് വണ്ടി കാണാതെ ആകുമ്പോൾ ആള് തിരിച്ചു വന്നിട്ടില്ലെന്നാ തോന്നുന്നതെന്ന് ക്യുജോങ് അവിടെ പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ മൊത്തം അലമ്പായിരിക്കും. കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ക്യുജോങ്ങിനോട് അത് ശരിയാവത്തില്ല ചേച്ചി, ഞാൻ എന്തുറപ്പില്ല ഇവിടെ ഒറ്റയ്ക്കാക്കി പോവാം, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയുന്നതും അതിന് ഞാൻ ഫിറ്റ് ആയിട്ടൊന്നും ഇല്ല, കണ്ടില്ലേ ഞാൻ ഓക്കെയാണ്, നീ പൊക്കോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നതും ക്യുജോങ് ആണെങ്കിൽ ബെഡിൽ കിടക്കുന്ന ടൈമിൽ ചേച്ചി എണീക്ക് നമുക്ക് വാഷ് ചെയ്യേണ്ടെന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്യുജോങ് ആണെങ്കിലും സേയെ പിടിച്ചു വലിച്ച് കിടക്കയിൽ കിടത്തുന്നതും കുറെ ആയില്ലേ നമ്മൾ ഇങ്ങനെ കടന്നിട്ടെന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് ഞാൻ ചേച്ചി എന്തായാലും പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നതും അതിനുശേഷം ക്യുജോങ് ആണെങ്കിൽ ഈ പില്ലോ ഭയങ്കര കനം തോന്നുന്നുണ്ടല്ലോ എന്നവിടെ ചോദിക്കുന്ന ടൈമിലാണ് ഇവര് വീട്ടിലൊന്നും അല്ല കിടക്കുന്നത്, അതായത് ലീഗുന്റെ കാറ് പറക്കുന്ന ആ ഏരിയയിൽ ഒരു പുതപ്പും പൊതിച്ച് കിടക്കുന്ന ഒരു ഫണ്ണി സീനാണ് കാണിക്കുന്നത്. അതായത് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ക്യുജോങ്ങിനേക്കാൾ ഓവർ ആയിരിക്കും വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുള്ള സേയ, കാരണം രണ്ടുപേർക്കും ഒരു ബോധമില്ല. ഇതേ ടൈമിൽ പ്രൊഫസർ ഹാൻ നോക്കുന്ന ടൈമിൽ എല്ലാ പേഷ്യൻസും അവരുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നതും എല്ലാവർക്കും ആളുകളൊക്കെ ഉണ്ട്, എല്ലാ പേഷ്യൻസിന്റെയും ഏകാന്തതയൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്റെ ഏകാന്തത ആരാ മാറ്റി തരാന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ടൈമിലാണ് നേഴ്സ് സോങ് അങ്ങോട്ട് വരുന്നതും, അതായത് വീട്ടിൽ ഉണ്ടാക്കിയത് നിങ്ങൾ എപ്പോഴും കിംചി കഴിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് കുറെ കിംചി പ്രിസർവ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ഫാമിലി പോലെയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞ നേഴ്സ് സോങ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഹാൻ ആണെങ്കിലും ഇനി നേഴ്സിനെങ്ങാനും എന്നോട് വല്ല താല്പര്യം ഉണ്ടായിരിക്കും എന്നവിടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ലീഗുനാണെങ്കിൽ ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കോള് വരുന്നതും ഇവൻ റൂമിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ പാർക്കിംഗ് ഏരിയയിൽ കിടന്നുറങ്ങുന്ന സേയും ക്യുജോങ്ങിനെ ആണെങ്കിൽ എല്ലാവരും നോക്കുന്നതും ഇത് കണ്ടിട്ട് സേയ്ക്കാകെ നാണക്കേട് തോന്നിയിട്ട് ഇവള് ക്യുജോങ്ങിനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും എണീക്കാത്തത് കൊണ്ട് തന്നെ നൈസായിട്ട് ചേച്ചിയെ പുതപ്പിച്ച് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. ഇവള് കറക്റ്റ് ലിഫ്റ്റിൽ കയറുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഗുൻ വരുന്നതും ഇവനാണെങ്കിൽ ഹലോ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈമിൽ താൻ എന്താ ഇതുപോലെ പെൺകുട്ടികളുടെ റൂമിൽ ചെയ്യുന്നതെന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത്. ബെസ്റ്റ് താൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിലാണ് അയ്യോ ഇതെന്റെ റൂം അല്ലേ എന്ന് ഇവള് മനസ്സിലാക്കുന്നത്. പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനത്തെ പണിക്ക് പോകുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനാണെങ്കിൽ ഇൻവെസ്റ്റർ കാണാൻ വരുന്നുണ്ട്. താൻ പെട്ടെന്ന് ഇവിടെ നിന്നും പോയെന്ന് ലീഗുൻ പറയുന്നതും അത് പറ്റത്തില്ല, ഞാൻ അവിടെ വേണ്ടെന്ന് ചോദിക്കുന്ന ഇവളോട് അതിന് ബെറ്റിൽ താൻ ഓൾറെഡി തോറ്റു കഴിഞ്ഞില്ലേ എന്നാണ് ലീഗുൻ അവിടെ പറയുന്നത്. അതിന് ബെറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ, നാഷണൽ ടീമിന്റെ ടെസ്റ്റ് നടക്കുന്നത് വരെ എനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിലോ കീ തരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് കറക്റ്റ് ഇൻവെസ്റ്റർ വരുന്നത്. ഇവളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റർ കാണുന്നൊക്കെ പറഞ്ഞ് ആ കോലത്തിൽ റെഡിയാകുന്നത് കാണുന്ന ലീഗുനാണെങ്കിലും എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് കീ കൊടുത്ത് അയക്കുന്നുണ്ട്. പിന്നീട് സേയും ഇവളും കൂടി വീട്ടിലേക്ക് പോകുന്നതും സേ ആണെങ്കിൽ ഈ കെട്ടുപോകാനെന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഇവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്ന ക്യുജോങ്ങിനോട് അത് പിന്നെ എനിക്ക് ശരിക്കും സോറി തോന്നിയേട്ടാ, കാരണം രാവിലെ ഞാൻ ചേച്ചിയെ വിളിക്കാതെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നീ എന്നെ പൊതുപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്, അത് തന്നെ വലിയ
വലിയ കാര്യമായി എന്ന് ക്യുജോങ് പറയുന്നതും അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ടൈമിൽ ക്യുജോങ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവള് ഗേറ്റ് പുറത്തുനിന്ന് അടച്ചിട്ട് പുറത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ സെയെ നോക്കുന്ന ക്യുജോങ് ആണെങ്കിൽ എന്താ നീ കയറുന്നില്ലേ എന്ന് ചോദിക്കുന്നതും ചേച്ചി ആദ്യം പൊക്കോ ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് ചിരിക്കുന്ന സെയാണ് കാണുന്നത് കേട്ടോ. അതായത് അകത്ത് വെയിറ്റ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ നീ ഇന്നലെ നൈറ്റിൽ എവിടെയായിരുന്നു, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓടിച്ചിട്ട് അടിക്കുന്ന അമ്മയാണ് കാണിക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ടാണ് സെയ ഉള്ളിലേക്ക് കയറാഞ്ഞത്. അങ്ങനെ ഒരു കോമഡി സീൻ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജൻസിയിൽ ഏതെങ്കിലും ഒരു സ്റ്റാർ ഉണ്ടായിരിക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചാസിയോൻ ഉണ്ടല്ലോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ മാസം അവസാനമായിട്ട് ആൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമെന്ന് പറയുന്ന ലീഗുനോട് ലീഷൻ തന്റെ ബ്രദർ അല്ലേ എന്ന് ഇൻവെസ്റ്റർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ലീഗുന് അത്ര ഇഷ്ടാകുന്നില്ല. ആള് ബിഗ് പിക്ചേഴ്സ് ഏജൻസിയിലാണ്, നിങ്ങൾ അവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ലീഗുനോട് അവരുടെ കോൺട്രാക്ട് കഴിയാറായില്ലേ, അപ്പൊ നോക്കാലോ ലീഷൻ അങ്ങോട്ടാണോ അതോ സ്വന്തം ബ്രദറായ തന്റെ അടുത്തേക്കാണോ വരികയെന്ന്. ഉടനെ തന്നെ അറിയാമെന്ന് ഈ ഇൻവെസ്റ്റർ പറയുന്നതും അങ്ങനെ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ലീഷൻ ആണെങ്കിലോ മാനേജറെ കാണാൻ വരുന്ന ടൈമിൽ ഇവനെ ആരോ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും. ആ ഫോട്ടോയിലൊക്കെ തന്നെ ഇവൻ സെയെ മീറ്റ് ചെയ്ത സമയത്ത് ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും. ഇത് കാണുന്ന മാനേജർ ആണെങ്കിൽ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിക്കണമെന്ന്, ഈ ഫോട്ടോസൊക്കെ ഇവർ റിപ്പോർട്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്ലാഷ് ആയെന്ന് പറയുന്നതും ഫോട്ടോസ് ചെക്ക് ചെയ്യുന്ന ലീഷൻ ആണെങ്കിൽ ഇതയച്ച ആള് എന്തായാലും ഇത് റിപ്പോർട്ടേഴ്സിന് അയക്കില്ല, ഇത് ഇവളുടെ ഫാമിലിയിലുള്ള ആരോ ഒരാൾ ഫോളോ ചെയ്തെടുത്തതാണ്, ഇവളുടെ ഫാമിലി മൊത്തം ഗാങ്സ്റ്റേഴ്സ് ആണെന്ന് പറയുന്നതും മാനേജർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട, ഇത് ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞ് ലീഷൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ നീ എന്നാ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ച് പിന്നാലെ പോകുന്ന മാനേജറെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ചതിയെത്തി എന്ന് ഇവളെ വിളിക്കുന്നതും അത് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്ന സെയ ആണെങ്കിൽ അല്ല എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മോളെ, അത് നടപ്പിലാക്കേണ്ടെന്ന് പറയുന്ന ക്യുജോങ്ങിനോട് ഇവളാണെങ്കിൽ ഇവളുടെ ബ്രേസ്ലെറ്റ് ഊരി കെട്ടിക്കൊടുത്ത് എൻ്റെ ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഇത് നടക്കും ചേച്ചി എന്ന് പറഞ്ഞ് സെയ നല്ല കാര്യമായിട്ട് തന്നെ പ്രയർ ചെയ്യുന്ന ടൈമിൽ അല്ല നിനക്ക് വിഷൊന്നും ഇല്ലേന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെയയാണെങ്കിൽ എൻ്റെ വിഷ് അത് തൽക്കാലം ഞാൻ മാറ്റി വെച്ചിരിക്കുക, ചേച്ചിയുടെ വിഷ് നടക്കട്ടെ എന്നിട്ട് മതി എന്ന് പറയുന്നതും പിന്നെ ചേച്ചിക്ക് വർക്കിലോ ലവിലോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുന്ന ടൈമിൽ ഇവൾക്ക് ചിരിയാണ് വരുന്നത്. അതായത് ക്യുജോങ്ങും സെയും അങ്ങനെ സെറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തേയോങ്ങും ഗേൾ ഫ്രണ്ടും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവൻ ആ മീനിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ക്യുജോങ് പറഞ്ഞിരുന്നല്ലോ ഇത് മൊത്തം പോയിസൺ ആണ്, അപ്പോൾ ഇത് കഴിക്കുന്ന മനുഷ്യർ അങ്ങനെയായി തീരുന്നൊക്കെ. അതിനുശേഷം ഇവർ പോയി കഴിഞ്ഞ് ഇവന്റെ സർജൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആളുകൾ ഇത് പോയിസൺ ആണെന്ന് അറിഞ്ഞിട്ടും കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഫിഷിനേക്കാൾ കൂടുതൽ പോയിസൺ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാകുന്നത്. ഓരോ കുറ്റമില്ലാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും, ഓരോ എക്സ്പെരിമെന്റും അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ സീൻ ഇവൻ ആലോചിച്ചെടുക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് ആണെങ്കിലും അതെ ആ ലീഗുന് എന്നോട് എന്തൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് ആള് വരാറില്ലേ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ് ആണെങ്കിൽ അവന് ക്യുജോങ്ങിനോടാണ് താല്പര്യം അല്ലാതെ നിന്നോടൊന്നും അല്ല എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ലീഗുനെ കാണാൻ നല്ല ഹാൻസം ആണല്ലേ, അന്ന് ഹോസ്പിറ്റലിൽ കണ്ട ടൈമിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറയുന്നതും അതിന് ഇയാളെ നീ മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന തേയോങ്ങിനോട് പറഞ്ഞതുപോലെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അല്ലേ നമ്മുടെ ആ സബ്ജക്റ്റ് മൗസിലെ 107 അതിനെ കൊന്നത് ലീഗുനാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ് ആണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നുണ്ട്. ആ ടൈമിൽ ഇവർ രണ്ടുപേരും നല്ല എനിമീസ് ആയിരുന്നു, പക്ഷെ ബ്രെയിൻ സർജറി കഴിഞ്ഞതിന് ശേഷം ദേവ പറയുന്നു ഫസ്റ്റ് ലവ് ആണെന്ന്. ആലോചിക്കുമ്പോൾ കുശുമ്പാവുന്നു എന്നൊക്കെ ഇവള് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവൻ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും ലൈബ്രറിയിൽ പോയിട്ട് ചാസിയോനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് തന്നെ ഈ ടെന്നീസ് ട്രെയിനിങ്ങിന്റെ ബുക്സ് ഒക്കെ ഇരുന്ന് വായിക്കുന്നതാണ് കാണിക്കുന്നത്. ലീഗുനാണെങ്കിലും ഇവളും ലീഷനും തമ്മിലുള്ള വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ക്യുജോങ് ആണെങ്കിൽ ചാസിയോന ഒരു ലവ് ഗെയിമിനെ പറ്റി പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ടെന്നീസ് കളിക്കുമ്പോൾ 0 പോയിന്റ് കിട്ടുമല്ലോ, അതായത് തോൽക്കുന്ന ആളുകൾ, അപ്പൊ അതിനാണ് ലവ് ഗെയിം എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് ഇവൾക്ക് ആകെ നാണക്കേട് തോന്നുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. കാരണം ചാസിയോന അത് കപ്പിൾ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവളതങ്ങ് വിശ്വസിച്ചു പോയല്ലോ. പിന്നീട് ക്യുജോങ് ആണെങ്കിൽ ലീഷിനെ കാണാൻ വരുന്നതും ലീഷിൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും. ഇയാൾ എന്നെ അന്വേഷിച്ചു വന്നതാണെന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. അപ്പൊ ക്യുജോങ് ആണെങ്കിൽ എനിക്ക് ഈ ടെന്നീസ് ഒന്ന് പഠിച്ച കൊള്ളാന്നുണ്ട്, ചാസിയോനെ എനിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ, ഞാൻ കുറെ ബുക്സ് വായിച്ചു കളി കണ്ടു, പക്ഷെ പെട്ടെന്ന് ചെയ്തത് കൊണ്ട് എനിക്കൊന്നും അങ്ങ് കത്തുന്നില്ല, പിന്നെ ചില വേർഡ്സേ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വായിച്ചാലൊന്നും പോരാ, ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കണം എന്ന് പറഞ്ഞ് ഇവൻ പിന്നീട് ക്യുജോങ്ങിന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ക്യുജോങ് ആണെങ്കിൽ പോണി ടെയിലൊക്കെ കിട്ടുന്നതും ഇവനാണെങ്കിൽ ഭയങ്കര അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന ടൈമിലും ഇവളുടെ ഈ പോണി ടെയിൽ ഇവന്റെ മുഖത്ത് നന്നായി ആഞ്ഞടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൻ അത്യാവശ്യം നന്നായി വേദനിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നൊന്നുമില്ല. പിന്നീട് ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഈ ബോൾസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഗുന്റെ അവിടെ ബെല്ലടിക്കുന്ന ടൈമിൽ ലീഗുൻ ഇവളാണെന്ന് കരുതി ആക്രാന്തത്തിൽ വന്ന് ഡോറ് തുറക്കുമ്പോൾ ബാദൂക്കായിരിക്കും. സർപ്രൈസ് എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുന്ന ബാദു
ബാദുക്കാണെങ്കിൽ ഹംബോ ഇത് എന്തു വലിയ വീടാന്ന് പറയുമ്പോൾ ഇത് വീടല്ല ഓഫീസാണെന്ന് ലീഗുൻ തിരുത്തുന്നത്. ബാദുക്കാണെങ്കിൽ എൻ്റെ റൂം എവിടെയെന്നൊക്കെ പോയി നേരെ കയറുന്നത് ക്യുച്ചോങ്ങിന്റെ റൂമിലായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഈ പെണ്ണുങ്ങളുടെ എന്തൊരു സാധനം ഇവന്റെ കയ്യിൽ കിട്ടുന്നതും അല്ല ഈ സ്പോർട്സ് ഏജൻസിയുടെ ഓഫീസിൽ നീ എന്തിനാ രാത്രി കിടക്കുന്നതെന്ന് ഞാൻ നന്നായി ആലോചിച്ചു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് വെച്ച് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീഗുനാണെങ്കിൽ അത് പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നതും ഓഹോ ഏജൻസിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡോക്ടറൊക്കെ ഉണ്ടോ, അത് പെണ്ണാണല്ലേ എന്ന് ചോദിക്കുന്ന ബാദൂക്കിനോട് ആൺ ഡോക്ടർമാർ വരികയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഹയർ ചെയ്യുമെന്ന് പറയുന്നത്. ഓഹോ അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ലേഡി ഡോക്ടർ തന്നെ നിനക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ലീഗുനാണെങ്കിൽ ദേഷ്യത്തിൽ എടാ അത് ആരാണെന്നൊക്കെ നിനക്കറിയാം, എൻ്റെ ഫസ്റ്റ് ലവിലെ ആ ഡോക്ടർ ആ പെങ്കൊച്ചാണെന്ന് പറയുന്നതും എടാ നിനക്കറിയോ ഞാൻ അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവളോടുള്ള എല്ലാ ഇമോഷൻസും ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുക. പക്ഷെ എന്താ ചെയ്യുക, വൈറസ് പോലെ അത് എത്ര അടിച്ചമർത്തിയാലും എൻ്റെ ശരീരത്തിൽ മൊത്തം പടർന്നുകൊണ്ടിരിക്കുക, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ലീഗുനോട് എടാ നീ ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണം, ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അവളെ അങ്ങ് പറഞ്ഞയച്ചേക്കെന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാന്നാട്ടോ ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. പിന്നീട് ഇവനാണെങ്കിൽ ബാദൂക്കിനെ ഒരു ടാക്സിയിൽ കയറ്റി വിടുന്നതും ബാദൂക്കാണെങ്കിലും എന്നാലും ഈ ഫസ്റ്റ് ലവും ലീഷനും തമ്മിൽ എന്തോ ഉണ്ടെന്നല്ലേ എന്ന് അവൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം പിന്നെ ഇത് എങ്ങനെ സെറ്റാകുമെന്ന് ആലോചിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുച്ചോങ്ങിന്റെ കൂടെ വരുന്ന ലീഷനാണെങ്കിൽ അല്ല ഇവിടേക്ക് താമസം മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരാളെ കാണാനുണ്ടെന്ന് ഇവള് പറയുന്നതും ഹെൽപ്പ് ചെയ്തതിന് ഞാനൊരു മീൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ക്യുച്ചോങ്ങിനോട് നാളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, ചാസിയോനിയായിട്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എനിക്ക് ലഞ്ച് നാളെ താൻ തന്നാൽ മതി എന്ന് പറയുന്നതും ഓക്കെ ഒക്കെ പറഞ്ഞ് ഇവള് പോകുന്ന ടൈമിൽ നമുക്കൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇവൾ വിളിച്ചു പറയുമ്പോൾ തന്നെ പോലുള്ള ഒരാളുടെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ അതൊരു ലവ് ഗെയിം ആവുമെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും ചിരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ലീഷനാണെങ്കിൽ ശരിയാ ഒരു ഇൻറ്റൻസീവ് ലവ് ഗെയിം ആവുമെന്ന് പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ ആരോ ലീഷിനെ നോക്കുന്നതും ലീഷിനെ ഫോളോ ചെയ്യാതെ ഇവളെ ഫോളോ ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. ലീഗുനാണെങ്കിലും ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ ഫോൺ വിളിക്കുന്നതും അപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് കാണുമ്പോൾ ഫോൺ ഇതുവരെ ചാർജ് ചെയ്തില്ലേ എന്ന് പറയുന്ന ലീഗുനാണെങ്കിൽ അല്ല അവളെൻ്റെ കൊളീഗല്ലേ, അപ്പോൾ ഒരു ബോസ് എന്നുള്ള രീതിയിൽ ഞാൻ അവളെ കണ്ടുപിടിക്കാൻ പോകേണ്ടേ, ഞാൻ എന്തൊരു നല്ല മനുഷ്യനാന്ന് പറഞ്ഞ് അതായത് ഇവൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഇവനൊന്ന് സമ്മതിക്കാൻ വയ്യ. അങ്ങനെ ഇവൻ നോക്കുന്ന ടൈമിൽ ക്യുച്ചോങ്ങിനെ കാണുന്നുണ്ട്. അപ്പോൾ ക്യുച്ചോങ്ങിന്റെ ഹീലാണെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റക്ക് ആകുന്നതും ഇവൾക്കാണെങ്കിൽ അത് വലിച്ചുരാൻ കഴിയുന്നില്ല. അപ്പം അങ്ങോട്ട് വരുന്ന ഒരുത്തനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇവള് ചൂടായിട്ട് വേണ്ടെന്നൊക്കെ പറയുന്നതും ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ അപ്പം എന്നോട് മാത്രമല്ല എല്ലാ ആണുങ്ങളോടും ഇവൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറാറ്, ഇവൾക്ക് നല്ല അഭിമാനമുണ്ട്, അതുപോലെ തീരെ കുടിക്കാനും അറിയത്തില്ല, ഇവള് ഭയങ്കര പൊട്ടയാണെന്നൊക്കെ പറഞ്ഞ് അതായത് അങ്ങനെ ബാഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവന് ഇഷ്ടം തോന്നില്ല എന്ന് വെച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. ആ ടൈമിലാണ് ഒരാൾ ഇവളുടെ പിന്നാലെ ഇവളെ ഫോളോ ചെയ്യുന്നത് ലീഗുൻ കാണുന്നത്. ലീഗുനാണെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ചങ്ങ് കഴിയുമ്പോൾ ഇവൾക്കും തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി. ഇവൾ അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ലീഗുനാണെങ്കിലും ഇവന്റെ പിന്നാലെ ഓടുന്നതാണ് കാണിക്കുന്നത്. ഹോട്ടലിലേക്ക് കയറുന്ന ക്യുജോങ്ങിനോടാണെങ്കിൽ താൻ ആ പെൺകുട്ടിയല്ലേ എന്തിനിങ്ങോട്ട് വന്നതെന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുന്നതും ഇവള് കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഫോളോ ചെയ്യുന്നത് തേയോങ് ആണെന്ന് ലീഗുൻ മനസ്സിലാക്കുന്നതും താൻ എന്തിനാ അവളെ ഫോളോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ശരിക്കും അവളോട് സോറി പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും ഇങ്ങനെ കള്ളനെ പോലെ ഫോളോ ചെയ്തിട്ടാണോടാ സോറി പറയുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനോട് തനിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവാത്തത് കൊണ്ട് UK പോകുന്നതിന് മുന്നേ ഞാൻ കിജോങ്ങിനെ പ്രപ്പോസ് ചെയ്തിരുന്നു, പക്ഷേ ആ ടൈമിലാണ് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് സെറ്റ് ആകുന്നതും തിരിച്ചു വന്ന ക്യുജോങ് ആണെങ്കിൽ ഞാൻ അവൾ ഇഷ്ടപ്പെടുന്നു കരുതി എനിക്കാണെങ്കിൽ അത് എൻ്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടിനോട് പറയാനും പറ്റുന്നില്ല, ഇവർ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാൻ ശരിക്കും പാടുപെടുകയായിരുന്നു എന്നൊക്കെ പറയുന്നതും താൻ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്, നേരിട്ട് ക്യുജോങ്ങിനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ലീഗുനോട് അല്ല അത് പിന്നെ ക്യുജോങ് തൻ്റെ ഫസ്റ്റ് ലവ് ആണല്ലോ, എൻ്റെ ഈ കളികളൊക്കെ അറിഞ്ഞിട്ട് താനാണെങ്കിൽ എനിക്ക് കിട്ടുന്ന അടിയും തന്നു, പിന്നെ അന്ന് തന്നെ ഡിസ്ചാർജ് ആയിപ്പോയി, അപ്പം എന്താ പ്രശ്നം എന്ന് അറിയത്തില്ലല്ലോ, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തൻ്റെ പ്രൈമറി ഡോക്ടറെ മാറ്റാമെന്ന് പറയുന്ന തേയോങ്ങിനോട് അത് വേണ്ട, പ്രൈമറി ഡോക്ടർക്ക് എന്നെ പറ്റി എല്ലാം അറിയാം, ആളെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ടെസ്റ്റുകളൊക്കെ ചെയ്തോളാം എന്ന് പറയുന്ന ലീഗുനോട് തേയോങ് ചോദിക്കുന്നത് അല്ല ക്യുജോങ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്തേ, അല്ല പെട്ടെന്ന് സർജറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിക്കാണെന്ന് പറയുന്നതും തൻ്റെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ നൊസ്റ്റാൾജിയ ഇവിടെ വിളമ്പേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന ലീഗുനോട് ക്യുജോങ് ആണ് തൻ്റെ ഫസ്റ്റ് ലവ് എന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതും പിന്നീട് ലീഗുൻ ലിഫ്റ്റിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും റൂമിൽ ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ ഇയാൾക്ക് വാതിൽ തുറന്ന് വന്നൂടെ എന്ന് ചോദിച്ച് വാതിൽ തുറക്കുന്ന ടൈമിൽ ലീഷിനെ കാണുന്നതും ലീഷൻ ഇവളെ കാണുന്ന ടൈമിൽ ശരിക്കും സർപ്രൈസ്ഡായി പോകുന്നുണ്ട്, താനെന്താ ഇവിടെ, അപ്പോൾ താനാണ് എൻ്റെ ചേട്ടൻ്റെ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ലീഗുനാണെങ്കിൽ അതെ ഇവളാണ് എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നതും ഇത് കേൾക്കുമ്പോൾ ലീഷൻ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ക്യുജോങ്ങിനാണെങ്കിൽ ഒന്നും പറയാൻ
പറ്റുന്നില്ല. ഇതേ ടൈമിൽ സിഇയുടെ ഓഫീസിൽ, അതായത് നേരത്തെ കുറെ ഫോട്ടോസ് കാണിച്ചല്ലോ, അതില് ലീഗുൻ സൂയിസൈഡിനെ ശ്രമിച്ച ആ പാലത്തിന്റെ അവിടെ വെച്ചിട്ട് ലീഗുനും ലീഷിനും പരസ്പരം കോളർ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ടൈമിൽ ലീഷിനാണെങ്കിൽ എന്തൊക്കെയോ മറക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു തല്ലോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ബാക്കിയാക്കിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.